വയനാട്ടിൽ LP സ്കൂൾ വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുന്നത്. 20ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. WMO മുട്ടിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ദീപക് മോഹൻ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഇവർക്ക് എവിടെ നിന്ന് കഴിച്ച ഭക്ഷണമാണ്? സ്കൂളിൽ വിതരണം ചെയ്തതാണോ? സുജയ പാർവതി, വയനാട് WMO മുട്ടിൽ സ്കൂളിലെ UKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽപ്പെട്ട 20ഓളം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഈ 20ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കൈനാട്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 വിദ്യാർത്ഥികളെ ഇപ്പോൾ ICUവിലാണ്. നേരത്തെ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇപ്പോൾ സ്കൂളിൽ പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളെ കുട്ടി ആശുപത്രിയിലുണ്ടോ? ഇല്ല, കുട്ടി ആശുപത്രി. ആരാണ് ആശുപത്രി? ഞാൻ PTA പ്രതിനിധിയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ കുട്ടികളുടെ അവസ്ഥ എന്താണ്? കുട്ടികൾക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പനിയുണ്ട്, ചെറുതായിട്ട് ഛർദിയും വയറ്റും നോക്കും. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടികളാണ് 13ഓളം പേർ. അതുപോലെ തന്നെ 2 പേർ ICUവിൽ അഡ്മിറ്റ് ആയ ആളുകളെന്ന് പറയുന്നുണ്ട്. എന്താ അതിലുള്ള സത്യാവസ്ഥ? പിന്നെ ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്കും വന്നിട്ടുണ്ട്. അവരിവിടെ അഡ്മിറ്റ് ഉണ്ട്. അപ്പോൾ അവരന്ന് വെള്ളിയാഴ്ച ലീവായിരുന്നു. അവർ ആ ടീച്ചർ മോളാണ്, ടീച്ചറുണ്ട്, അവരും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്കുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കറക്റ്റ് ഉള്ളത് അറിയില്ല. അവരെ പരിശോധന കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ WMO പഠിക്കുന്ന കുട്ടികളാണോ? WMO എത്ര പഠിക്കുന്ന കുട്ടികളാണ്? +1. ഈ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായതാണ്? എന്താ പറയുക? 650ഓളം പേര് അവിടുന്ന് ഫുഡ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ ചെറിയ മോൻ ഉൾപ്പെടെ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. നിലവിൽ എൻ്റെ മോനിന് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ 10-12 പേര് 13 പേരെങ്ങാനാണ് അഡ്മിറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് വെള്ളത്തിൽ നിന്നാണോ? എന്താ സംശയിക്കുന്നത്? എന്താണ് എന്നുള്ളത് ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. വ്യക്തത കിട്ടിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് സംഭവിച്ചുള്ളത് എന്നുള്ളത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയില്ല സ്കൂളിൽ? പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ വെള്ളം ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്താ ഭക്ഷണം കൊടുത്തത്? വെള്ളിയാഴ്ച ഭക്ഷണം കൊടുത്തത് മുട്ടയും അതുപോലെ മഞ്ഞച്ചോറാണ്. നേരത്തെ നമ്മൾ ഈ കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി ആണ് കുട്ടികൾക്ക് അവശത അനുഭവപ്പെട്ടതെന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ടോടാണെന്നുള്ള അവർ പറഞ്ഞു ഇന്നലെ രാവിലെ കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ ഇവിടെ നിന്ന് കാണിച്ചിട്ട് തിരിച്ചു പോയി. പിന്നെ വീണ്ടും ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കുറച്ച് കൂടുതലായി കഴിഞ്ഞപ്പോൾ പക്ഷെ ഭക്ഷ്യവിഷബാധ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല, സ്ഥിരീകരിക്കാൻ പറ്റില്ല. കാരണം 1264 കുട്ടികളുണ്ട് അവിടെ. അതിലേറെക്കുറെ പകുതി കുട്ടികളോളം ഭക്ഷണം കഴിച്ചാണ്. ബാക്കി ഓർഫനേജിലെ കുട്ടികൾക്ക് ഭക്ഷണം അവിടെ ഓർഫനേജിലാണ്. അപ്പോൾ അത്രയും കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് ആകെ 17ഓളം കുട്ടികൾക്ക് ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലെന്തോ ഒരു സംശയം. കാരണം വെള്ളത്തിൽ നിന്നാവാനും ചാൻസ് ഉണ്ട്. കാരണം അധിക കുട്ടികളും വെള്ളം കൊണ്ടുവരുന്നതാണ്. പിന്നെ ചെറിയ മക്കളായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കൈ കഴുകാൻ പോകുമ്പോൾ. അങ്ങനെ സ്കൂളിലെ വെള്ളമൊക്കെ ക്ലോറിനേഷൻ ചെയ്തതായിരിക്കുമല്ലോ? ക്ലോറിനേഷൻ ചെയ്ത് പിന്നെ ഇതിൻ്റെ മുന്നേ ടെസ്റ്റിന് അയച്ചതായിരുന്നു. ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും കൂടി പരിശോധിക്കണം. അത് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. വന്നു കഴിഞ്ഞാലാണ് വെള്ളത്തിൻ്റെതാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. സുജയ, ഇവർ പറയുന്നത് പോലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിലെ വെള്ളവും ഒക്കെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ 13ഓളം കുട്ടികൾ ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. 2 കുട്ടികളുടെ നില 2 കുട്ടികളെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത ഭക്ഷണത്തിലാണോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നാണോ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് സ്കൂൾ PTA ഭാരവാഹികളാണ്. സുജയ, ദീപക് മോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. WMO മുട്ടിൽ LP സ്കൂളിലെ 20ഓളം കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 പേരുടെ നില ഗുരുതരമാണ്. സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്.